നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് വിജയാനന്ദ്, സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകനാണ്. അപ്പോൾ ഈ ശബരിമല വിഷയം തന്നെയാണ്. ശബരിമല വിഷയത്തിൽ എന്ന് പറയുമ്പോൾ ശബരിമലയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയ ആളെന്ന നിലയിൽ ഈ ശബരിമലയിൽ എല്ലാവർക്കും ഒരു കേരളത്തിലെ ജനങ്ങൾ ഭക്തിയാദരപൂർവ്വം കരുതുന്ന ഒരു ക്ഷേത്രമാണ്. അത് ജാതിമത ഭേദമന്യേ എല്ലാവരും അതിൻ്റെ ആ വിശ്വാസികളാണ്. അതെന്ന് വിശ്വാസം എന്ന് പറയുന്നത് പോയി തൊഴുന്നതിൽ മാത്രമല്ല, അതിനോടൊരു ബഹുമാനം, ആ ക്ഷേത്രത്തോടൊരു ബഹുമാനം വെച്ച് പുലർത്തുന്ന ഒരിടമാണ്. കാരണം എത്ര മതസ്പർദ്ധകൾ ഇന്ത്യ മൊത്തം ആളിക്കത്തിയാലും ശബരിമലയിലേക്ക് ഒരു ചെറിയ ഒരു കൊള്ളി എറിയാൻ പോലും ആരും തയ്യാറാകാതെ അത്രമാത്രം ദിവ്യമായിരിക്കുന്ന ഒരു സംഭവമാണ്. കേരളത്തിൻ്റെ മതേതരത്വ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിന് അയ്യപ്പന് അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രത്തിന് വലിയ പങ്ക് ഉണ്ട്. അത് എരുമേലിയിലെ പള്ളിയിലും അതുപോലെ തന്നെ ഒക്കെ മണിമലയിലെ പള്ളിയിലൊക്കെ ആയിട്ട് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ രീതിയിൽ കാണുന്ന ഒരു ക്ഷേത്രത്തിൽ അത് ജീവിക്കുന്ന ദൈവമാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. സാർ, അതിനെക്കുറിച്ച് എന്താണ് ഇവർക്ക് ഈ ക്ഷേത്രത്തെ തൊട്ട് കളിച്ചവർക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് സാർ എന്നോടൊരിക്കൽ പറയുന്നുണ്ട്. അതാണ് ഞാൻ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയാണ് സാറിനെക്കുറിച്ച് പറയാനുള്ളത് കൃത്യമായിട്ട്? അത് പ്രേക്ഷകരോട് നമുക്കൊന്ന് പങ്കുവെക്കാം. ശബരിമലയെ തൊട്ട് കളിച്ചാൽ പണി കിട്ടിയിരിക്കും, ഉറപ്പാണ്. എൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ശബരിമലയ്ക്ക് അടുത്താണ് കേട്ടോ. എൻ്റെ നാട്ടിൽ നിന്ന് ശബരിമല പെരുന്നാട്, അവിടെ നിന്ന് ശബരിമലയ്ക്ക് പോകാൻ 1 മണിക്കൂർ മതി. രാവിലെ കാപ്പി കുടിച്ചിട്ട് ശബരിമലയ്ക്ക് പോയാൽ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ഊണ് കഴിക്കാം. അങ്ങനെ ഉള്ള ദൂരത്തിൽ മാത്രം നിൽക്കുന്ന ആളാണ് ഞാൻ. ചെറുപ്പത്തിലെ തന്നെ കേട്ട് അറിഞ്ഞതായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ശബരിമലയെക്കുറിച്ച് ഉണ്ട്. ഈ ശബരിമല തീവെപ്പ് തന്നെ ആദ്യം നോക്ക്. 1950 ശബരിമല ക്ഷേത്രം തീവച്ചു. കാട്ടിലൂടെ അലഞ്ഞു കടന്ന ഒരു ഭ്രാന്തനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഭ്രാന്തനെ ആരാണ് പ്രേരിപ്പിച്ചത്? അത് കാഞ്ഞിരപ്പള്ളി ആ ഭാഗത്തുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബമായിരുന്നു. അവർ ഈ ഭ്രാന്തന് 20 രൂപയും കൊടുത്തു, പിന്നെ മണ്ണെണ്ണയോ അതും ഇതുമെല്ലാം കൂടെ കൊടുത്തു. കൊണ്ടുപോയി കത്തിച്ചേക്കാൻ പറഞ്ഞു. ഭ്രാന്തൻ പറഞ്ഞു അവിടെ കാട്ടിനകത്ത് എന്തോ ഒരു ഇതൊക്കെ കാണുന്നു എന്ന് പറഞ്ഞു. അമ്പലമാണോ എന്താ എന്ന് അറിയത്തില്ല, എന്തോ പറഞ്ഞു. അതങ്ങ് കത്തിച്ച് കളഞ്ഞേരാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഈ തീവെപ്പ് കേസൊക്കെ റിപ്പോർട്ടൊക്കെ അന്വേഷണമൊക്കെ നടന്നു. ആ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അവർക്ക് സംഭവിച്ചത് എന്താണ്? ആ കുടുംബത്തിലുള്ളവർക്ക് മുഴുവൻ, ആ കുടുംബം ഇല്ല, അന്യം നിന്ന് പോയി. തലയ്ക്ക് സ്ഥിരത തന്നെ നഷ്ടപ്പെട്ടു എന്നാണ് പിന്നീട് അറിഞ്ഞിട്ടുള്ളത്. പിന്നീട് ഈ ശബരിമലയിൽ ഈ കച്ചവടം ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, പഴയ കാലത്ത്. അന്ന് ഈ നിയമമൊന്നുമില്ലല്ലോ, വായി തോന്നുന്ന വിലയാണ്. ചായക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ ഇത്ര രൂപ, വടക്ക് ഇത്ര എന്ന് പറഞ്ഞാൽ ഇത്ര, ദോശയ്ക്ക് ഇത്ര എന്ന് പറഞ്ഞാൽ അതങ്ങ് കൊടുത്തേ പോകുള്ളൂ. ഇപ്പോഴല്ലേ അതിനൊരു ഏകീകൃത സ്വഭാവം വന്നിട്ടുണ്ട്. ഇത്ര മില്ലി ചായയാണെങ്കിൽ ഇത്ര രൂപ, ഇത്ര ഒരു വടക്ക് ഇത്ര ഗ്രാം ഇത്ര രൂപയായിരിക്കണം എന്നൊക്കെ ഒരു വിവര പട്ടിക കൃത്യമായിട്ടുണ്ട്. പണ്ട് അങ്ങനെയല്ല. ഈ ഭക്തരുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞു കൊണ്ടുപോവുകയാണ്. ആ കച്ചവടക്കാരും ഗുണം പിടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയുണ്ട്. അതുപോലെ ഈ പണ്ട് കാലത്ത് ശബരിമലയിൽ ഈ തേങ്ങ കോൺട്രാക്റ്റ് പിടിച്ചിട്ടുള്ള 18-ാം പടിയിൽ ഉടയ്ക്കുന്ന തേങ്ങ, റാന്നി ഭാഗത്തെങ്ങാണ്ടുള്ള കോറുകാട് കുടുംബം എന്നാണ് പറയുന്നത്. കോറുകാട് കുടുംബത്തിലുള്ളവർക്കൊക്കെ അതിൻ്റെ ദോഷം ഒരുപാട് സംഭവിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ശബരിമല എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ചൈതന്യത്തിൽ നിൽക്കുന്നതാണ്. ഈ ശബരിമല യുവതീ പ്രവേശ സമയത്തെ IG ശ്രീജിത്ത് എന്താണ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് അദ്ദേഹം ചെയ്തു. ശബരിമലയിൽ ഡ്യൂട്ടി കിട്ടുകൊടുത്തു. പിണറായി വിജയൻ്റെ പ്രേരണയിൽ അത് അവിടെ നിന്ന് ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നു. ഇദ്ദേഹം ഒടുവിൽ പോയി നിന്ന് ആ ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കരഞ്ഞ് തൊഴുന്ന ദൃശ്യം ഇപ്പോഴും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് പോയി കരഞ്ഞു തൊഴുതത്? പ്രായച്ചിത്തമാണ്. എനിക്ക് തന്ന ജോലിയാണ് ഞാൻ അവിടെ ചെയ്തത്, അല്ലാതെ ഞാൻ അയ്യപ്പസ്വാമിക്കെതിരായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം നല്ല ഒന്നാം തരം ഭക്തനാണ്. ഈ ശബരിമലയിൽ വിടുന്ന പോലീസുകാരൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്തരായിരിക്കണം. ഒരുപാട് പോലീസുകാർ ഡ്യൂട്ടി ചോദിച്ചു വാങ്ങിച്ചു പോകുന്നവരുണ്ട്. ഭക്തരല്ലാത്തവർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭക്തരോടുള്ള സമീപനമൊക്കെ അങ്ങ് മാറുമെന്നേ.
അത് പിന്നെ അതുപോലെ ഞാൻ കേട്ടിട്ടുള്ളത്, പണ്ട് അവിടുത്തെ ഒരു എൻജിനീയർ ഈ ശബരിമല ക്ഷേത്രത്തിന് അവിടെ ശ്രീകോവിൽ ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നതൊരു പാറയ്ക്ക് മുകളിലാണ്. ഇതിനകത്ത് കുറച്ച് പണികൾ ചെയ്യണം, കുറച്ചുകൂടെ വിസ്തൃതമാക്കണം എന്നുള്ള രീതിയിൽ ഈ പാറയ്ക്ക് അടിയിലൊരു ചെറിയ ഈ പാറ പൊട്ടിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി ഇവർ വെക്കുക അല്ലേ എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴേ ഒരു ചെറിയൊരു ഷിവറിങ് ഉണ്ടായിപ്പോയി. ശ്രീകോവിലടക്കം വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. ഇത് പിന്നീട് അവിടുത്തെ ഒരു എഞ്ചിനീയർ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ, മരാമത്തിലെ എഞ്ചിനീയർ. ആ മനുഷ്യൻ പിന്നീട് സ്ട്രോക്ക് വന്ന് എത്രയോ കാലം കിടന്നു. അങ്ങനെയാണ് മരിച്ചത് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ശബരിമലയിൽ പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് വലിയ പാഠം ആണ് താനും. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, എല്ലാ കാലത്തും വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുമോ ഇത്തവണ എന്നാ തീർത്ഥാടന കാലത്ത് തിരക്ക് കുറവായിരിക്കുമെന്ന്. ഇത്തവണ എന്തായിരുന്നു? ഇത്രയും ശബരിമലയിൽ ഈ സ്വർണ്ണപ്പാളിയും സ്വർണ്ണക്കൊള്ളയുടെയും പ്രശ്നത്തിൽ നിന്ന് ഈ തീർത്ഥാടന കാലത്ത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ എണ്ണം കൂടി. എന്തുകൊണ്ടാണ് കൂടിയത്? ഈ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് സ്വർണം കട്ടവർക്ക് തക്ക തിരിച്ചടി അയ്യപ്പൻ കൊടുത്തു. അപ്പോൾ അയ്യപ്പൻ പവർഫുള്ളുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഭക്തരുടെ എണ്ണം കൂടിയത്. പക്ഷെ അന്ന് ഈ സ്വർണ്ണപ്പാളി മോഷണം സമയത്ത് ആൾക്കാർ തമാശയായിട്ട് പറയുമായിരുന്നു, ഭഗവാനെ അങ്ങേ നോക്കിക്കോണേ, ഞാൻ എന്നെ നോക്കിക്കോളാമേ എന്ന് തമാശയായിട്ട് പറയാറുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഇപ്പം ശരിയായിട്ടും അവരെല്ലാം അകത്ത്, പക്ഷെ എല്ലാവരും അകത്ത് വന്നോ സാർ? ശരിയായിട്ടും അങ്ങനെ സാറേ പറയാൻ പറ്റുമോ? ശരിയായിട്ടുള്ള പ്രതികളൊക്കെ അകത്ത് വന്നോ? ഈ പത്മകുമാർ, ഇത് ഒറ്റ ദിവസമല്ല, ഇന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നാളെ രാവിലെ അല്ല കിട്ടുന്നത്, കൊടുത്തിരിക്കും. ശരി, അത് ഇതൊരു തുടക്കം മാത്രം, അടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി വരുന്നേ ഉള്ളൂ അല്ലേ? ഇത് ഇവരുടെ തലമുറയിൽ കൂടി അത് പോകും. ഇവരിത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അടുത്ത തലമുറയിലേക്ക് പോകും. അവിടുത്തെ ദേവസ്വം ബോർഡിൽ ഇരുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? വലിയ സൗധമൊക്കെ തീർത്തു. പക്ഷേ ആ സൗധത്തിനകത്ത് വസിക്കുന്ന അവർക്ക് മനസ്സമാധാനമില്ലെന്നാണ് പറയുന്നത്. ഈ പഴയ ആൾക്കാർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പത്മകുമാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. പത്മകുമാർ വലിയ ഏറ്റവും വലിയ ശിവക്ഷേത്രമായ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമൊക്കെ അറിയാവുന്ന ആളല്ലേ. അവിടെയൊക്കെ പോകും. ഈ പഴയ ആൾക്കാർ ദർശനം നടത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ അരമതിലിലോ ഒന്ന് ഇരുന്ന്, അവിടെ അല്ലെങ്കിൽ ബെഞ്ചിലുണ്ടെങ്കിൽ ബെഞ്ചിലൊന്ന് ഇരിക്കും. ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ രണ്ട് കാലുകൾ ഇങ്ങനെ അടുപ്പിച്ചിട്ടൊന്ന് കുടയും, ഒന്ന് തട്ടിക്കുടയും. അതെന്തിനാണെന്നറിയാം? അവിടുത്തെ എന്തെങ്കിലും മണൽത്തരി എൻ്റെ കാലിൽ പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ ഞാനിത് ഇവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നു. അത് ഞാൻ കൊണ്ടുപോകുന്നില്ല. ക്ഷേത്രത്തിനുള്ള ഭഗവാനുള്ള സ്വത്ത് ഭഗവാനാണ്. ഇവിടുന്ന് ഒരു മണൽത്തരി പോലും അങ്ങയുടെ അനുഗ്രഹമല്ലാതെ എനിക്ക് വേറൊന്നും വേണ്ട എന്ന് പറയാം. അത് ശ്രദ്ധിക്കണം പഴയ ആൾക്കാർ. ഈ ശബരിമലയിൽ ഇപ്പോൾ മറ്റ് ക്ഷേത്രങ്ങളില്ലാത്ത തരത്തിൽ യുവാക്കളുടെ എണ്ണമൊക്കെ പെരുകുന്നുണ്ട്, അറിയാം. ഈ വിശ്വാസത്തിൻ്റെ പേരിലാണ്. കാരണം അയ്യപ്പൻ വളരെ ശക്തിയോടുകൂടി തന്നെ ഇപ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് അത് കത്തിക്കുന്നതാണെന്ന് അറിഞ്ഞിട്ട് പോലും തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്ന് വരുന്ന ഭക്തർ, അവർ ഞാൻ ചോദിച്ചിട്ട് വലിയ ഭക്തരാണ്, നമ്മളെക്കാളൊക്കെ വലിയ ഭക്തരാണ്. അവരുടെ ബിസിനസ്സിലൊക്കെ തന്നെ അയ്യപ്പനൊരു പാർട്ട്ണറാണ്. എന്നുവെച്ചാൽ അവർക്ക് ബിസിനസ്സിൽ എത്ര വളർച്ച ഉണ്ടാകുന്നുണ്ടോ അതിൻ്റെ പ്രോഫിറ്റ് എത്ര കിട്ടുന്നുണ്ട് അതിലൊരു വിഹിതം അവർ മാറ്റി വയ്ക്കാറുണ്ട്. ഈ മാറ്റി വെച്ചിട്ട് അവരെന്ത് ചെയ്യും? അടുത്ത തീർത്ഥാടന സമയത്ത് വൃശ്ചിക മാസത്തിൽ വരുമ്പോൾ കൊണ്ടുപോയി അവിടെ സമർപ്പിക്കും. ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ അവിടെ ശബരിമലയിൽ അന്നദാനം നടത്തിയിട്ടുള്ള ആന്ധ്രാക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ആർക്കും നടത്താൻ പറ്റത്തില്ല കേട്ടോ. കാരണം അത് ഈ അല്ല ഇപ്പോൾ ദേവസ്വം ബോർഡാണ് അന്നദാനം നടത്തുന്നത്. അല്ലാതെ വന്നിട്ട് ഏതെങ്കിലും ആർക്കെങ്കിലും അന്നദാനം നടത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ പത്മകുമാരി അവിടെ വന്ന് എനിക്ക് ഒരുപാട് പൈസ ഉള്ളവരാണ്, ഞാൻ അന്നദാനം നടത്തുന്നു, ഊണ് കൊടുക്കുന്നു, അല്ലെ ദോശ കൊടുക്കുന്നു, ഇഡ്ഡലി കൊടുക്കുന്നു, അത് പറ്റില്ല. കാരണം ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്ന കാലമാണ്. എന്തെങ്കിലും തരത്തിലുള്ള പോയിസൺ കലർത്തി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ശബരിമലയിലെ
അതൊരു നല്ല ബുദ്ധിയായിട്ട് ചെയ്തതാണോ അതോ ഇതിനകത്ത് സാമ്പത്തികം അടിച്ചു മാറ്റാൻ ഞങ്ങൾ തന്നെ ചെയ്താൽ മതി എന്ന് വെച്ചതാണോ? അല്ലെ, എന്ത് സംഭവം ഉണ്ടാകുമ്പോഴും അതിനകത്ത് സാമ്പത്തികം അടിച്ചു മാറ്റലുണ്ട്. എനിക്കിത് അറിയാവുന്നതാണ്. ഈ ആന്ധ്രയിൽ നിന്ന് വന്ന ഒരു ഭക്തൻ അന്നദാനം നടത്തിയപ്പോൾ ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ഇവിടെ ശബരിമലയിൽ വരുമ്പോൾ ഒരു 100 രൂപയുമായിട്ടാണ് ഞാൻ വരുന്നത്. ഇന്ന് ഞാൻ കോടികളുടെ ആസ്തിയുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഞാനിതിവിടെ ചെയ്യുന്നത്, എല്ലാം അയ്യപ്പസ്വാമി തന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ തീവ്രവാദ പ്രവർത്തനമൊക്കെ ഉള്ളതുകൊണ്ട് വളരെ കോടതി അത് കരുതലോടുകൂടി ചെയ്തതാണ്. ഇപ്പോൾ ശബരിമലയിൽ ഈ ശുദ്ധജലം എത്തിക്കുന്നത് ശബരിമല ഉൾവനത്തിൽ നിന്നാണ്. ശബരിമലയിൽ നിന്നൊരു 7-8 കിലോമീറ്റർ മാറി ഉൾവനം കുന്നാർ ഡാമാണ്. അത് ആർക്കും അറിയത്തില്ല. ഈ കുന്നാർ ഡാമിൽ തീർത്ഥാടന സമയത്ത് വൻ സുരക്ഷയാണ്. കാട്ടിനകത്ത് കൊടുങ്കാട്. നമ്മൾ തീർത്ഥാടന കാലത്ത് പോലും നമ്മളെയൊന്നും കടത്തി വിടത്തില്ല, കാരണം മൃഗങ്ങളൊക്കെ ഉണ്ട്. വലിയ സുരക്ഷ ഏർപ്പെടുത്തും. കാര്യം എന്തുകൊണ്ടാണ്? ഇത്രയും ഭക്തജനങ്ങൾ ഇവിടെ വരുമ്പോൾ ശബരിമലയിൽ എന്തെങ്കിലും കാലത്ത് ശുദ്ധജലത്തിന് ക്ഷാമം വന്നിട്ടുണ്ടോ? ഇല്ല, ജലക്ഷാമം ഒരിക്കലും വന്നിട്ടില്ല. ഇവിടെ ഇതിനകത്ത് ആരെങ്കിലും കലക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക? അതുകൊണ്ട് അവിടെ വലിയ സുരക്ഷയാണ്. ഇപ്പോൾ അവിടെ പോലീസുകാർ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇത്ര ദിവസത്തേക്ക് ഭക്ഷണ സാധനങ്ങളുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും കരുതലോടുകൂടി കൊണ്ടുപോകുന്ന ശബരിമല ക്ഷേത്രത്തിനകത്ത് ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ള നടത്തി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തി. ഈ അയ്യപ്പ സംഗമം എന്തുകൊണ്ടാണ് പിണറായി വിജയൻ നടത്തിയത്? അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞപ്പോൾ ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ ഇങ്ങ് വന്നു. അതൊരു വഴിപാടാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രായച്ചിത്തം എന്ന വണ്ണം നടത്തി. അവിടെ അത് കോടികളാണ് മുടക്കിയത്. ഞാൻ അതിനകത്ത് പങ്കുചേർന്നു കേട്ടോ. പങ്കുചേർന്നെന്ന് പറഞ്ഞാൽ എനിക്കിത് അറിയണം, എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഞാൻ ശബരിമലയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് അറിയണം, അതിനു വേണ്ടി പോയതാണ്. എല്ലാ വേദികളിലും ആരുമില്ല, ശൂന്യമാണ്. സർക്കാരിൻ്റെ ഈ കാര്യങ്ങൾ നടത്തിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അവിടെ ചുറ്റിപ്പറ്റിയുള്ളത്, അല്ലാതെ ആരുമില്ല. കാരണം ഭക്തരെയൊക്കെ ആദ്യം മുഖ്യമന്ത്രിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ വഴി കയറ്റിവിടാതെ അപ്പുറത്തെ വഴി കൂടെ കയറ്റിവിടുന്നു. മലയാള മാസ സമയത്തായിരുന്നു. അപ്പോൾ ഈ അയ്യപ്പ സംഗമം കഴിഞ്ഞപ്പോഴല്ലേ ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായത്. അപ്പോൾ ഇതിനൊരു നിമിത്തം അവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടായി എന്നുള്ളതാണ്. ഈ ശബരിമലയിലേക്ക് വരുന്ന ഈ പന്തളത്തു നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണം പത്മകുമാറിന് അറിയാവുന്നതാണ്. ഇതിൻ്റെ അളവ് ഇതിൻ്റെ അകത്ത് തനി തങ്കമാണ്. അത് എത്രയുണ്ടെന്ന് ഇന്നും തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് തനി തങ്കമായിരിക്കും സാർ. തനി തങ്കം തന്നെ. അല്ല, അതിനകത്ത് തൊട്ട് കളിച്ചിട്ടുണ്ട്. അത് രാജകുടുംബത്തിൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട്. ഇത് ശബരിമല യുവതീ പ്രവേശ സമയത്ത് രാജകുടുംബം ഒക്കെ ആയിട്ടൊരു തെറ്റിപ്പിരിയൽ ഉണ്ടായില്ലേ സർക്കാർ? അന്ന് ഇവർക്ക് നോട്ടമുണ്ടായിരുന്നു, ഇവർക്ക് തിരുവാഭരണവും കസ്റ്റഡിയിൽ കൊണ്ടുവരണം. പക്ഷേ ഈ തിരുവിതാംകൂർ മഹാരാജാവ് ചിത്തിര തിരുനാൾ മഹാരാജാവ് നടക്കി വെച്ചതാണല്ലോ തങ്കയെങ്കിൽ. അതിരിക്കുന്നത് എവിടെയാണ്? ആറന്മുള സ്ട്രോങ് റൂമിലാണ്. അവിടെ നിന്നാണ് മണ്ഡലകാലത്ത് രഥത്തിൽ കൊണ്ടുപോകുന്നത്. അത് 450 പവനാണ്. 450 പവൻ. 450 പവൻ എന്ന് പറഞ്ഞാൽ ഇന്ന് കോടികൾ വിലമതി. 5 കോടി രൂപ. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് നടക്കി വെച്ചതാണ്. കവടിയാർ കൊട്ടാരവുമായിട്ട് വലിയ ബന്ധമുണ്ടല്ലോ ശബരിമലയ്ക്ക്. കവടിയാർ കൊട്ടാരവും പന്തളവുമായിട്ടും വലിയ ബന്ധമുണ്ട്. ഈ ചിത്തിര തിരുനാളിൻ്റെ ജന്മദിനത്തിലാണ് ശബരിമല നട തുറക്കും. അതാണ് ചിത്തിര ആട്ടത്തിരുനാൾ. അത് തുലാമാസത്തിലെ ചിത്തിര നക്ഷത്രത്തിലാണ്. ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് ഈ ചിത്തിര ആട്ടത്തിരുനാളിന് നട തുറക്കുമെന്നുള്ളത് ജനം അറിഞ്ഞത് 2018 ശബരിമല യുവതീ പ്രവേശ വിഷയ സമയത്താണ്. ആ സമയത്തൊക്കെ ഈ വിഷയം കത്തിക്കേറി നിൽക്കുകയാണ്. അത് ഒരു ദിവസത്തേക്ക് മാത്രം തുറക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള, പിന്നെ ഈ ഇതിൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ തീർത്ഥാടന കാലമൊക്കെ കഴിഞ്ഞിട്ട് ഈ മാളികപ്പുറത്ത് നടക്കുന്ന ഒരു ഗുരുതിയുണ്ട്. ഈ ഗുരുതിയിൽ പിന്നെ അയ്യപ്പൻ്റെ ഭൂതഗണങ്ങളൊക്കെ തീർത്ഥാടന കാലമാകുമ്പോൾ ഭൂതഗണങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറി നിൽക്കുക. ആ ഭൂതഗണങ്ങളെ എല്ലാം തിരിച്ചു കൊണ്ടുവരിക. അവിടെ ഒരു വല്ലാത്തൊരു പവർ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. ഒരു വല്ലാത്ത അന്തരീക്ഷത്തിനൊക്കെ വലിയ മാറ്റം വരും. രാത്രിയിലാണ് ഈ ഗുരു ഏരിയ ഒന്ന് ശുദ്ധീകരിച്ച് ഒരു പൂജ ചെയ്ത് അവരെ തിരിച്ചിവിടെ വിളിച്ചിരുത്തുകയാണ്. ഗുരുതി നടത്തും. അത് പിന്നെ ആ എയറിലൊക്കെ വലിയ മാറ്റമാണ്. ആ സമയത്ത് പിന്നെ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റി നിർത്തും. ഇപ്പോഴൊക്കെ ഒരുപാട്
ഒരുപാട് ഭക്തജന തിരക്ക് ആ സമയത്ത് ഉണ്ടാകാറുണ്ട്, ഇതിൻ്റെ ഒരു പവർ മനസ്സിലാക്കി. ഞാനും ഇത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ മാറ്റി ആ ഗുരുതി സമാപിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് നട അടയ്ക്കുകയും ചെയ്യുന്നത്. അപ്പം ഇത്രയും ഇപ്പം പിണറായി വിജയൻ ചോദിച്ചു, എന്നാൽ പിന്നെ 360 ദിവസം തുറന്നിരുന്നാലും ഈ 360 ദിവസം ഓരോന്നിനും ഓരോ തരത്തിലുള്ള ഭാവമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ശബരിമലയിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടാണ് അവിടെ പ്രതിഷ്ഠ. അവിടെ പ്രതിഷ്ഠയ്ക്ക് പിന്നിലൊക്കെ ഒരുണ്ട്. ഈ 18-ാം പടി പത്മകുമാർ 18-ാം പടി കയറിയിട്ടുണ്ടോ? ഉണ്ട്. അത് കയറുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇത് കുത്തനെയാണ്. താഴെ നമ്മൾ നോക്കുമ്പം എന്തോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മുകളിലോട്ട് നമ്മളിങ്ങനെ പടി കയറുമ്പോഴല്ലോ ഇത് കുത്തനെയാണ് കിടക്കുന്നത്. അതെ അതെ. ഈ കുത്തനെ കിടക്കുന്നത് മുകളിൽ നിൽക്കുന്ന പത്മകുമാർ എനിക്ക് തൊട്ട് മുമ്പ് പോവുകയാണ്. പത്മകുമാർ ആഞ്ഞ് കാലെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ മുഖത്തായിരിക്കും. അത്തരത്തിലുള്ള ഇതാണ്. അപ്പോൾ ഈ ഇതിനടിയിൽ ഒരു ശ്രീചക്രം ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ കയറുമ്പോൾ നമ്മളിൽ ഒരു വൈബ്രൻ്റ് ഉണ്ട്. ഒരു വൈബ്രേഷൻ ഉണ്ടെന്നുള്ളതാണ്. ഇത് ഈ തീർത്ഥാടന കാല സമയത്തൊക്കെ എന്ന് പറയുന്നത് ഈ എല്ലാവരും ചോദിക്കും, എന്തിനാണ് ഈ തീർത്ഥാടന കാലത്ത് പോകുന്നത്, വൃശ്ചിക മാസത്തിൽ പോകുന്നത്. വൃശ്ചിക മാസത്തിൽ ഇത്തിരി പവർഫുള്ളാണ്. കാരണം ഇത്രയും ഭക്തജനങ്ങൾ വന്ന് ശരണം വിളിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ചൈതന്യം വേറൊന്നാണ്. അതുകൊണ്ടാണ് ഈ ധാരാളം പേര് ആ സമയം തന്നെ തിരഞ്ഞെടുക്കുന്നത്. 41 ദിവസത്തെ വ്രതമെടുത്ത് പോവുകയും ചെയ്യുന്നത്. കാനനത്തിൽ കഴിയുകയല്ലേ. ഇപ്പം ഈ അവിടെ നമുക്കറിയാം, അവിടെ പുറപ്പെടാശാന്തിയുണ്ട്. ഒരു വർഷം മാത്രം, ഒരു വർഷം കഴിഞ്ഞ് അടുത്ത ആൾ വരും. പുറപ്പെടാശാന്തിക്ക് 18-ാം പടിക്ക് താഴേക്ക് വരാൻ പാടില്ല. അങ്ങനെയാണ് റൂള്. എന്തുകൊണ്ടായി പുറപ്പെടാശാന്തി വന്നത്? പണ്ട് 1994, 95 തോന്നുന്നു. അന്ന് വരെ 96 പുറപ്പെടാശാന്തി വരുന്നത്. അതിനു മുമ്പ് ഒരു തവണ മാസപൂജയും കഴിഞ്ഞ് നട പൂട്ടി മേൽശാന്തി തിരികെ പോകുമ്പോൾ നിലയ്ക്കൽ പള്ളിയിൽ കയറി കേട്ടോ. നിലയ്ക്കൽ പള്ളിയിൽ കയറിയിട്ട് അവിടുത്തെ പുരോഹിതന് ശബരിമലയിലെ മൂലമന്ത്രം പറഞ്ഞു കൊടുത്തു. ഈ വിഷയം കത്തിക്കേറി. അന്ന് ഈ പിന്നെ ടെലിവിഷൻ മാധ്യമ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലമാണ്. പത്രങ്ങളിലാണ് വന്ന പിറ്റേ ദിവസം മുതൽ കത്തിക്കയറി വിഷയം. അങ്ങനെ മൂലമന്ത്രം പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഈ ക്രൈസ്തവരിൽ ചിലർക്ക് ഈ ശബരിമലയിൽ വിശ്വാസമുണ്ട്, ഇങ്ങനെയുള്ള മന്ത്രങ്ങളിൽ വിശ്വാസമുണ്ട്. അത് മുസ്ലിം വിഭാഗത്തിലുള്ളവർക്കുണ്ട്. അപ്പോൾ ഈ മൂലമന്ത്രം പുരോഹിതൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു. അതെങ്ങനെയോ വാർത്ത പുറത്തു വന്നു. അത് കൃത്യമായ ആ വർഷം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പത്രം തപ്പിപ്പിടിച്ച് നോക്ക്. വലിയ തലക്കെട്ടോടുകൂടിയാണ് വന്നത്. അതിനുശേഷം ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്തു. ഒരു മേൽശാന്തിയെ നിയോഗിച്ചു കഴിഞ്ഞാൽ, അതായത് അടുത്ത വൃശ്ചിക മാസം ഒരാൾ ഒരു പുതിയ മേൽശാന്തി ജോയിൻ ചെയ്താൽ പിറ്റേ കൊല്ലം വൃശ്ചിക മാസം വരെ ആ ശാന്തി സന്നിധാനത്തെയും മാളികപ്പുറത്തെയും അവിടെ തന്നെ തങ്ങണം. അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല. പുറപ്പെടാ മേൽശാന്തി എന്നാണ് പറയുന്നത്. പുറപ്പെടാ മേൽശാന്തി. ഈ ഇവരുടെ വീട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും അങ്ങോട്ട് വേണേൽ പോയി കാണാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങോട്ടേക്ക് ഇവർക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ്. 96 മുതലാണത് നിലവിൽ വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ശബരിമലയിൽ എന്തുകൊണ്ടും ശബരിമലയെ എപ്പോൾ വിവാദം ഉണ്ടായിട്ടുണ്ടോ ആ വിവാദത്തിന് ശേഷം പിന്നീട് ശബരിമലയിൽ ഭക്തജന തിരക്ക് കൂടിയിട്ടേ ഉള്ളൂ. കാരണം ശബരിമല എല്ലാ വിവാദങ്ങളെയും അതിജീവിച്ചിട്ടുള്ളതാണ്. ശബരിമല ശ്രീകോവിലിൻ്റെ വാസ്തു അത്ര കറക്റ്റാണ്. ശബരിമല അത് നിർമ്മിച്ചതാര്? പരശുരാമൻ മാത്സിലെ കാലനാണ്. ആ കണക്ക് കറക്റ്റാണ്. നമ്മളൊക്കെ ഒരു വീട് ചെയ്യുമ്പോഴും അതിൻ്റെ വാസ്തു കണക്കുകളുണ്ടല്ലോ, ആ കണക്ക് കൃത്യമായിരിക്കണം. അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. അത് സയൻറ്റിഫിക് കാര്യങ്ങളാണ്. ആ സയൻറ്റിഫിക് കാര്യങ്ങളനുസരിച്ച് ശബരിമല ശ്രീകോവിലിൻ്റെ കണക്ക് ശരിയാണ്. അതുകൊണ്ടാണ് എല്ലാ വിവാദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അയ്യപ്പൻ പവർഫുള്ളായിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നോക്കിയാൽ ഇപ്പം ഒരിക്കലേ പരപ്പനങ്ങാടി എന്തോ ഒരു ജോഷം പറഞ്ഞില്ലേ, ഒരു കർണാടകത്തിലെ ഒരു സിനിമാ നടി ശ്രീകോവിലിനകത്ത് കയറിയിട്ടുണ്ടെന്ന്. വലിയ വിവാദമായതാണ്. അതെ. അത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി അയാൾ എടുത്തിട്ടത് തന്നെയാണ്. ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? കർണാടകത്തിലെ ഒരു പേര് വർഷങ്ങളായി ശ്രീകോവിലിനകത്ത് ഓടിക്കേറിയെന്ന് ഒന്നാലോചിച്ച് നോക്ക്. അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. പിന്നത്തെ വർഷവും ശബരിമലയിൽ
വൻ ഭക്തജനത്തിരക്കാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാലത്തും എല്ലാ വിവാദങ്ങളെയും അതിജീവിച്ച് മുമ്പോട്ട് പോയിട്ടുള്ളതാണ് ശബരിമല. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിലും കാരണം ഭക്തരുടെ എണ്ണം കൂടി, വിശ്വാസവും കൂടി എന്നുള്ളതാണ്. ശരി. അപ്പോൾ ഈ സാറിൻ്റെ സാറ് പുസ്തകം എഴുതുന്ന സമയത്ത് ഉള്ള അനുഭവം എങ്ങനെയായിരുന്നു? പുസ്തകം എഴുതുന്നത് വെച്ചാൽ ഈ ശബരിമല വിജ്ഞാനകോശം എന്ന് പറയുന്ന പുസ്തകം എഴുതാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന്, ഞാൻ ശബരിമലക്ക് അടുത്തുള്ള ആളാണ്. എൻ്റെ സ്വദേശം അവിടെ നിന്ന് 50 കിലോമീറ്റർ മാറിയാണ്. മറ്റൊന്ന്, ഞാൻ ദൂരദർശന് വേണ്ടി കഴിഞ്ഞ 25 വർഷമായിട്ട് ശബരിമല മകരവിളക്ക് കമൻട്രി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പുസ്തകം എഴുതിയത്. പുസ്തകം എഴുതാനായിട്ട് എനിക്കൊരു പ്രേരണ തന്നെ കിട്ടി. ഇപ്പം അത് എന്നോടൊപ്പം ഞങ്ങൾ തമ്മിലൊരു പാർട്ട്ണറാണ് കേട്ടോ ഈ ശബരിമല പുസ്തകത്തിൻ്റെ കാര്യത്തിൽ. അതൊരു ബൃഹത്തായ ഒരു പുസ്തകം തന്നെയാണ് എന്നുള്ളതാണ്. ശബരിമലയെക്കുറിച്ച് അറിയേണ്ടതായ കാര്യങ്ങൾ ഭക്തി ഇല്ലാത്തവർക്കും അറിയാം കണ്ടതായ കാര്യം. ശബരിമല വിജ്ഞാനകോശം. അതായത് ഇപ്പം പൊന്നമ്പലമേട്, പലരും ചോദിക്കാറുണ്ട് പൊന്നമ്പലമേട്ടിൽ പോകാൻ പറ്റുമോ എന്ന്. പൊന്നമ്പലമേട്ടിൽ പോകേണ്ട റൂട്ടൊക്കെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ശരി. പക്ഷേ അല്ലാതെ ഇപ്പോൾ എല്ലാവർക്കും അങ്ങ് പൊന്നമ്പലമേട്ടിൽ കയറി പോകാൻ പറ്റത്തില്ല. നാളെ രാവിലെ പൊന്നമ്പലമേട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത് അവിടെ ഞാൻ പോയിട്ടില്ല. ശ്രമം നടത്തിയിട്ട് പോലും പറ്റുന്നില്ല. കാരണം അങ്ങോട്ടേക്ക് വിടത്തില്ല. ഇപ്പം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലിരിക്കുന്നതാണ്. അപാര കാടാണ്, കൊടുങ്കാടാണ്, വന്യമൃഗങ്ങളെല്ലാം ഉണ്ട്, അപാരമായിട്ടുള്ള സസ്യജാലങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഔഷധ ഗുണങ്ങളുള്ളതും വൻ വൃക്ഷങ്ങൾ വലിയ മറ്റൊരിടത്തും ഇല്ലാത്ത തരത്തിലുള്ള ഒന്നാണ്. അവിടെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഗാർഡൊക്കെ ഉണ്ട്. വലിയ ടവറിലാണ് ഗാർഡ് നിൽക്കുന്നതൊക്കെ. പൊന്നമ്പലമേട്ടിൽ ഒരിക്കലും അങ്ങോട്ടേക്ക് തീർത്ഥാടന കാലത്ത് മാത്രം, മകരവിളക്ക് സമയത്ത് മാത്രം ദേവസ്വം ഉദ്യോഗസ്ഥരും KSEBക്കാരും മാത്രമാണ് പോകുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ പുറപ്പെടാ ശാന്തിയൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. ഈ പുറപ്പെടാ ശാന്തി മാത്രമായിട്ട് ഇപ്പോൾ കിലോ കണക്കിന് സ്വർണ്ണത്തിൻ്റെ വില ഇങ്ങനെ കയറി കിടക്കുന്നു. ഇപ്പോഴും മേൽക്കൂരി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവർ മോട്ടിച്ചൻ്റെ പോയതിൻ്റെ ബാക്കി കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവന് സേഫ് ഉണ്ടോ? അത് ഭഗവാൻ കാത്തോളൂ എന്നുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ. അവർ മന്ത്രം ചൊല്ലുന്നത്, ഞാൻ അങ്ങനെ കഴിഞ്ഞ പുറപ്പെടാ മേൽശാന്തിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ എടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് വല്ലാത്ത അനുഭവങ്ങൾ പറയാനുണ്ട്. കാരണം അവിടെ ഒറ്റയ്ക്ക് കഴിയുകയാണ്. കൂടെ 1-2 പേരുണ്ട് സഹായികൾ. പിന്നെ അത്രയും പ്രശ്നമില്ല. പണിക്കാരൊക്കെ ഉണ്ട്, മരാമത്ത് വർക്കുകളൊക്കെ നടക്കുന്നു. എപ്പോഴും അടുത്ത തീർത്ഥാടന കാലമാകുമ്പോഴത്തേക്കുള്ള, പക്ഷേ എന്നാൽ പോലും തീർത്ഥാടനം കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ഈ നടപ്പന്തലിൽ പോലും വന്യമൃഗങ്ങളൊക്കെ വന്ന് കിടക്കും. അത് നമുക്ക് അത്ര സേഫ് അല്ല അങ്ങോട്ട് ഇറങ്ങി പോവാന്ന് പറഞ്ഞാൽ. അങ്ങനെ അല്ല, നമ്മളിപ്പോൾ വന്യമൃഗങ്ങളുടെ ഇടയിൽ എങ്ങനെയാ? ശരി, അതെ, അല്ലാതെ അവരുടെ ഇടമാണ്. ഇപ്പം നമ്മൾ അല്ലാത്ത സമയത്ത് പമ്പയിൽ ചെന്നിട്ട് കയറി പോകാനൊന്നും അനുവദിക്കത്തില്ല. ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അതവിടെ. പമ്പ വരെ നമുക്ക് എന്നും പോവാം. പമ്പ വരെ എല്ലാ പ്രധാനപ്പെട്ട ഡിപ്പോകളിൽ നിന്നൊക്കെ ബസ്സുണ്ടല്ലോ. തിരുവനന്തപുരത്ത് നിന്നും, കൊട്ടാരക്കരയിൽ നിന്നും, കോട്ടയത്ത് നിന്നും, പത്തനംതിട്ടയിൽ നിന്നും ബസ്സുണ്ട്. അവിടെ പമ്പയിൽ പോലീസ് സ്റ്റേഷനുണ്ട്, പോസ്റ്റ് ഓഫീസുണ്ട്, വാട്ടർ അതോറിറ്റി വർക്ക് ചെയ്യുന്നു, BSNL വർക്ക് ചെയ്യുന്നു. എല്ലാത്തിനും സ്റ്റാഫ് കുറവായിരിക്കും, 1-2 പേരും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ, പക്ഷേ കാനനമാണ് അതിൻ്റേതായ ഒരു ഇന്ത്യയിലെ ഏറ്റവും നല്ല ശുദ്ധവായു ലഭിക്കുന്ന ഒരു ജില്ല പത്തനംതിട്ട ജില്ലയാണ് കേട്ടോ. അത് പ്രധാന ജില്ല ശബരിമല ലോകത്തിലെ ലോകത്തിലെ തന്നെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പം ഏതായാലും നമുക്ക് പറയാനുള്ളത്. ഇപ്പം കുറച്ച് പ്രതികൾ അകത്തുണ്ട്, അവരെക്കുറിച്ചല്ല നമ്മൾ സംസാരിച്ചത്. ആര് തന്നെ ശബരിമലയെ തൊട്ട് കളിച്ചാലും അവർക്ക് അതിൻ്റെ ഫലം കിട്ടിയിരിക്കും. അത് ഇന്ന് ചെയ്തു നാളെ രാവിലെ അത് കിട്ടും എന്നുള്ളതല്ല, അവർക്ക് അതിൻ്റെ തലമുറകൾ ഇതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ചരിത്ര സത്യമാണ്. ആ സത്യം തൊട്ടറിഞ്ഞ, ആ സത്യം കണ്ടറിഞ്ഞിട്ടുള്ള ആളാണ് നമ്മളോട് സംസാരിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിശ്വാസങ്ങളെ, അതായത് പരമ്പരാഗതമായി നമ്മൾ വിശ്വസിച്ച് വന്ന വിശ്വാസങ്ങളെ ചോദ്യം ചെയ്ത് താൽക്കാലികമായി പണക്കാരനാകാനും ഒക്കെ കഴിഞ്ഞേക്കാം. പക്ഷേ അതെല്ലാം തകർന്ന് തരിപ്പണമാകും. പത്മകുമാർ എന്ന് പറയുന്ന ഒരു വൻവൃക്ഷമായിരുന്നു പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവരെ ആ തകർച്ച എന്ന് പറയുന്നത്, ഇനി ആ തകർച്ചയിൽ നിന്ന് കയറി വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് കുടുംബസ്ഥിതി അനുസരിച്ചും ഒക്കെ അദ്ദേഹം വളരെ വലിയ നിലയിലായിരുന്നു. പക്ഷേ അതിപ്പം അതൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്കായി. ഒരു ചെറിയ വിരൽ കൊണ്ടുപോലും നമ്മളൊരു തെറ്റ് ചെയ്യാതിരിക്കട്ടെ. അതുകൊണ്ട് ഇതുപോലുള്ള പാവനമായ ക്ഷേത്രങ്ങളായാലും ആരാധനകൾ അവിടെ ആയാലും എല്ലാവരും ഒന്ന് സാറ് പറയുന്നത് പോലെ ഒന്ന് തല്ലിക്കുടഞ്ഞ് പുറത്തേക്ക് വരുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് വേണ്ടത് അനുഗ്രഹങ്ങളാണ്.
അനുഗ്രഹം ധാരാളമായി നമുക്ക് ലഭിക്കട്ടെ. അവിടുന്ന് ഒരു ഭൗതിക വസ്തുക്കളും എടുത്തുകൊണ്ട് പോരാൻ നമുക്ക് അനുവാദമില്ല. അത് ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് ഈ ചർച്ചയിലൂടെ ഞങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് മറ്റൊരു ചർച്ചയുമായി വീണ്ടും ഞങ്ങൾ കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.